അമ്മൂമ്മ എന്ത് പരിപ്പ് മേടിക്കാനാ പറഞ്ഞു? തൂരപ്പരിപ്പാ? വടപ്പരിപ്പ്. രണ്ടൊന്നല്ലേ? അല്ലല്ലേ. നമ്മൾ നേരെ ചെന്നോട്ട് സൈക്കോടെ മുമ്പിലാണല്ലോ. മുഖത്ത് നോക്കണ്ട. ഹലോ, അതെ, മുഖത്ത് നോക്കാതെ പോവാണല്ലേ? കള്ളത്തരം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ആ രണ്ടുപേരെ വീടിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചേക്കല്ലേ? അവരെ ഒന്ന് വിളിച്ച് ഇറക്കി വിട്ടെ. മെർലിനെ ഇറക്കി വിടാൻ. ഇറക്കി വിടാനാ? അപ്പൊ മെർലിൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാ? Has your daughter left your home? അതെ, അവള് മെർലിൻ എൻ്റെ മകളാ. വിൻസെന്റ് ഗോമസിന്റെ മകളാ. അങ്ങനെ ചെയ്യില്ല. ഓ, അപ്പം ഈ മെർലിൻ വിൻസെന്റ് ഗോമസിന്റെ മകളായിരിക്കൂല, അത് വേറെ വിൻസെന്റ് ഗോമസിന്റെ മകളായിരിക്കും. Stop this nonsense. അതെ, നിങ്ങൾ കമ്പനിയിലെ സ്റ്റാഫിന്റെ അടുത്ത് ചൂടാവണ പോലെ ഇങ്ങോട്ട് വേണ്ട കേട്ടോ. എന്റെ വാ തുറന്നാൽ നിങ്ങൾ താങ്ങൂല. നിങ്ങൾക്കറിയോ, ഈ സൊസൈറ്റിയിലെ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ബിസിനസ്സുകാർക്കിടയിലേ ഒരു ചർച്ചാ വിഷയമാണ് ഈ വിൻസെന്റ് ഗോമസ്. അവരവിടെ ഇരുന്ന് ചർച്ച ചെയ്തോട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം? ഞങ്ങളുടെ മെർലിനൊന്നും വീട്ടിലില്ല. ഞങ്ങൾ രണ്ടുപേർ പാല് മേടിക്കാൻ വേണ്ടി ആ കടയിലോട്ട് ഇറങ്ങിയതാ. പിന്നെ നിങ്ങളായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ ഞങ്ങൾ എന്തിനാ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണം? നിങ്ങളോട് സംസാരിച്ച് കളയാൻ എൻ്റെ കയ്യിൽ സമയമില്ല. എൻ്റെ സമയത്തിന് വിലയുണ്ട്, മനസ്സിലായോ? അതെ, എൻ്റെ മോളെ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ? അവളെ ഒന്ന് മോചിപ്പിച്ച് തരാൻ ഞാൻ എത്ര പൈസ തരണം? എത്ര രൂപ വേണം? എന്റെ ലച്ചു ഇയാളുടെ തലയ്ക്ക് ഓളമാണ്. രൂപ തരാന്നൊക്കെ. ചേട്ടാ, നിങ്ങൾ അതിൽ അത്രയും പൈസ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവരുടെ ഫോട്ടോ എടുത്തു വെച്ച് കുറച്ച് പോസ്റ്റ് അടിച്ചിറക്ക്. എൻ്റെ മോളെ കാണാനില്ല, കണ്ടുപിടിച്ച് തരുന്നവർക്ക് കുറച്ച് പാരിതോഷികം തരാന്നൊക്കെ പറഞ്ഞു. അല്ല, നിങ്ങൾ സീരിയസ് ആയിട്ടാണോ കളിയാക്കുകയാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അത് തമാശയ്ക്ക് പറഞ്ഞതാണോ സീരിയസ് ആയിട്ട് പറയുന്നതാണോ എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതെനിക്ക് മനസ്സിലായി, നിങ്ങൾ എന്നെ കളിയാക്കിയതാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യമായിട്ടും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, തമാശക്ക് പറഞ്ഞല്ലോ. ആക്കിയതാണ്. നിങ്ങൾക്കറിയോ, എൻ്റെ ശത്രുക്കളെ നിലംപരിശാക്കി കളഞ്ഞിട്ടുള്ളതാ ഈ വിൻസെന്റ് ഗോമസ്. കുടുംബത്തോടെ ഞാൻ ശരിയാക്കി കളയും. ഞാൻ ആണോ? ശരിപ്പെടുത്തി കളയോ? എന്നാ ചേട്ടാ ശരിപ്പെടുത്തിട്ട് പോയാ മതി. ചേട്ടൻ ശരിപ്പെടുത്തുന്നു പറയാൻ മാത്രമേ ഉള്ളൂ. അതിനേക്കാളും മുന്നേ ഞങ്ങൾ അതങ്ങ് ചെയ്യും. എടി കൊച്ചേ, നീ ആരോട് സംസാരിക്കണേ? വേറെ ആരെയും വിളിച്ചാൽ മതി ചേട്ടാ. വാസിയണ്ണ, പ്രശ്നം രൂക്ഷമായിട്ട് പറഞ്ഞുണ്ടായിരുന്നുള്ളൂ. അതിനുണ്ട് അണ്ണ അഡ്വാൻസ് ചെയ്തു. അതെ, അടിയേ പ്രതീക്ഷിച്ചതിൽ കളി കുറച്ച് പെട്ടതായി പോയി. ഗുണ്ടകളെ സെറ്റാക്കി വെച്ചിരിക്കുക അല്ലേ? ഞാൻ പോലീസിൽ ഞാൻ പെറ്റീഷൻ കൊടുക്കും, നോക്കിക്കോ. ഇത് ബാസി, ഈ ലൈനിൽ വാടകയ്ക്കാണ് താമസം. സ്വദേശം ട്രിവാൻഡ്രം, പ്രാവശ്യമ്പലത്ത്. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഭാര്യ സിംഗപ്പൂരാണ്. ഞാൻ ഇവരെ മാമനാണ്. മാമൻ എന്ന് പറയുമ്പോ അമ്മയുടെ സഹോദരൻ. പക്ഷെ ഇത് ആ ബന്ധമല്ല കേട്ടാ. നമ്മൾ ഈ വീടിന്റെ അടുത്തുള്ള അങ്ങളമാരൊക്കെ മാമാന്നൊക്കെ വിളിച്ച് ശീലിക്കില്ലേ? ഞാൻ അങ്ങനെ വിളിച്ച് ശീലിച്ചതാ. ലച്ചു, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ബാസി, ട്രിവാൻഡ്രം, വടിവാള് ബാസി എന്നവിടെ പേരുണ്ട്. കാണിച്ചു തരാം ഞാൻ. ലച്ചുവേ, നീ എന്റെ ഹിസ്റ്ററി മുഴുവൻ പറഞ്ഞു കൊടുത്തല്ലേ? ഈ ഒളിച്ച് താമസിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ തിരുവല്ലയ്ക്ക് പോയാൽ മതി. പുഷ്പലത ആന്റിയുടെ വീട്ടിലോട്ടെ, മറ്റൊടത്ത് പോകാൻ പറ്റില്ല. ഞാൻ അതല്ല ആലോചിക്കണത്. എന്തായാലും ഒരു അടി കൊടുത്ത് ഒരെണ്ണം കൂടെ കൊടുക്കരുതെന്ന്. നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടപ്പോ ഞാൻ ആവേശത്തിൽ ഇടപെട്ടാണ്. അതാ പറഞ്ഞ നിങ്ങളൊക്കെ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാൻ മറ്റേ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവളുടെ ഡാഡി വന്ന് ഉയരും കൊണ്ട് ഞങ്ങൾ പേടിച്ചോടിയത്. അങ്ങനെ ഒരു മാതിരി മിസൈൽ വിട്ടോലാണ് വന്നത്. ആ മിസൈലിനാണ് അടിച്ച് ദിശ തിരിച്ചു വിട്ട്. അയ്യോ അയ്യോ അയ്യോന്ന് വിളിക്കാറായിട്ടില്ല. ബാക്കി കൂടെ കേക്ക്. ആ അടിയില്ലേ ഡാഡിയുടെ പല്ലിറച്ച് പോയതാണ് തോന്നണം. വീട്ടിൽ പോയി നോക്ക്. എന്റെ ഡാഡി ഇനി മേലെ എന്നെ വിളിച്ചാലുണ്ടല്ലോ. എനിക്ക് മാത്രം ഇങ്ങനെ ഒരു കണക്കിനാണ് വെള്ളം അടുപ്പിച്ചോണ്ട് പറഞ്ഞു. അപ്പോഴത്തന്നെ ഒരു പിന്നെ ഇതൊക്കെ ആണെങ്കിൽ ഞാൻ ആലോചിക്കുന്ന വേറെ ഒന്നുമില്ല. ഞാൻ അടിച്ച ആളാരാണ്? അപ്പൊ ആളറിയാതാണ് അടിച്ചത്? അറിഞ്ഞൂടാ. ആളറിയാൻ പാടില്ല. ഇല്ല, അയാളാണ് ബിസിനസ് മാൻ വിൻസെന്റ് ഗോമസ്. അയ്യോ, അയാളാ ഞാൻ അടിച്ചത്. അയ്യോ, എന്തായാലും മാമൻ പെട്ട്. വിൻസെന്റ് ഗോമസ്, വിൻസെന്റ് ഗോമസ്, വിൻസെന്റ് ഗോമസ്. വേണമെങ്കിൽ മെറിലെന്ന് വിളിച്ച് പുറകെ ഓടിക്കോ. വിൻസെന്റ് സാറേ, ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.